എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാളിപ്പോ പിന്നെ മുതിരൻ്റെ പ്രധാനം വെക്കുന്നു. ഈന് ഒരുപാട് പണിയുണ്ട്. ഞാൻ നിൽക്കാനും എനക്ക് കൈവേദനയായിട്ട് വിട്ടോ. ഒഴിയത്തന്നെ കൊഞ്ഞാലെടുക്കുന്നുണ്ടാ രണ്ട് കാരണമുള്ള മൂട്ടിനല്ലോ കുറേ ഉണ്ട്. ഇന്നും പറക്കുവേ, പറത്ത് കഴിഞ്ഞിട്ട് കാണാം. മുതിരെല്ലാം പറത്ത് കഴിഞ്ഞ് ഇനി ഉരലിട്ടിട്ട് കുത്തണം. ചേരി ഇട്ടിട്ടായിട്ട് കുത്തണ്ടി അല്ലെങ്കിൽ നുറുങ്ങിപ്പോവും. എണ്ണയുണ്ട് കണ്ണ് കഴിക്കണ്ടവർക്ക് കഴിക്കാമല്ലോ നിന്ന്. അതായിരുന്നു നമുക്ക് തിരിഞ്ഞു നന്നായി കഴിച്ചില്ല, നന്നായി കിട്ടിയില്ല, നന്നായി എത്തിയിട്ടില്ല. പെരിയിലുണ്ട് കിട്ടി. മുതിരെല്ലാം കുത്തി. ഇനി തേങ്ങ ചേരയിട്ട് തേങ്ങേൻ്റെ പാലെടുക്കണം. അടിപിടിച്ചോ? അടിപിടി. മീൻപട്ട വെക്കാനും അങ്ങനെ മുമ്പാലെടുത്തില്ലേ? മുമ്പാലെടുത്ത് ഇനി രണ്ടാം പാലെടുക്കുന്ന വെള്ളം ഉണ്ട് കുമാര അതിൻ്റെ അകത്ത്. ഇനി തന്നതിൻ്റെ അകത്ത് ചൂടുവെള്ളം അതിനുണ്ട്. മുത്തമ്മ പരിപ്പ് വെന്താ? പരിപ്പ് വെന്ത് നമ്മളിപ്പോ വറുത്തിട്ട് ഉരലിലിട്ട് ഇടിച്ച് എന്നിട്ട് അടുപ്പത്തിട്ട് വേവിപ്പിച്ചിട്ട് ഏത് പരുവത്തിൽ വേണോ നിങ്ങളൊന്ന് കയ്യിലെടുത്തിട്ട് കാണിച്ചോ. ഇതാ ഇങ്ങനെ വേണം. കൈ കൊണ്ട് എടുത്തിട്ടൊന്ന് ഞെക്കി കാണും. ഇങ്ങനെ വേണം. ഇനി വെള്ളം ഇടണം. വെള്ളം ഇടട്ടെ. വെള്ളം ഇടുന്നുണ്ടേ. ഇനി വെള്ളം ഉരുക്കൊന്നും വേണ്ട. വെള്ളം ഒഴിച്ചാലും വെള്ളമായി പോവും. അതുകൊണ്ട് ഇതിലിടണം. അങ്ങനെ നമ്മളെ ഫൈനൽ റിസൾട്ടിലേക്ക് കടക്കുകയാണ്.
പുകയായിട്ട് ഇവിടെ നിൽക്കുവാൻ വരാകുന്നില്ല. കൊകയായിട്ട് നിന്നൂടാ. എന്താ ഇതിന്റെ വിഷമം എന്നാ? ഇതിപ്പം തുടങ്ങി നമ്മളില്ലേ? രാവിലെ തുടങ്ങീന്. എത്ര രാവിലെ? എത്ര രാവിലെ ഊരിയാലും എന്നാലും പറയൂ ഉമ്മക്ക് മുതൽ പഠിത്തം വെക്കണോ, മുതൽ പഠിത്തം പറ്റി കൊടുത്ത്. അങ്ങനെ മൂത്തച്ഛനുണ്ട്, മൂത്തമ്മയുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കലുണ്ടേനും മൂത്തമ്മേന്റെ ആരാ മൂത്തച്ഛന്ന്. മൂത്തമ്മേന്റെ മൂത്ത മോനാ മൂത്തച്ഛൻ. അപ്പൊ മൂത്ത മോനാ ഇത് വിളക്കുന്ന. അമ്മയും മോനും. ഇപ്പൊ മുതിരപ്രഥമൻ ആയിക്കൊണ്ടിരിക്കുന്നത്. വെല്ലം ഇങ്ങനെ ഉരുകുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഇല്ലെങ്കിൽ അടി പിടിച്ചു അല്ലേ? എത്ര വെള്ളം ചൂടുവെള്ളം. കേരളത്തിൽ ഇന്ന് വരെ ആരും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ മൂത്തച്ഛ? കേരളത്തിൽ ഇന്ന് വരെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഇതില്. നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളൂ അത്. എന്നിട്ട് വെറുതെ അല്ലാടാ ഊക്കത്തൊക്കെ ഊക്കത്തൊക്കണോന്നും പണ്ട് കുത്തിരിഞ്ഞ്. മുതിര കൊണ്ട് ഇങ്ങനെ പ്രഥമനാവും എന്നുള്ളത് ആദ്യമായിട്ടാ. ഞങ്ങളൊരു പരീക്ഷണം നോക്കിയത്. ഇതുവരെ ഞങ്ങളൊന്നും വെച്ചിട്ടില്ല ഇതുപോലെ അല്ലേ മൂത്തമ്മ? ഒന്നും വെച്ചിട്ടില്ല. ഒരു പരീക്ഷണം നടത്തിയതാ. ഉപ്പിടുന്നുണ്ട്. ആ ഇട്ടോ 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 അടി പിടിക്കൂ. ഒന്നാം പാല് ഒഴിക്കുന്നുണ്ട്. അടി പിടിക്കുന്നുണ്ടാവേ, വേഗം ഒഴിക്കി. അങ്ങനെ വേഗം ഒഴിച്ചാ പറയല്ലേ അങ്ങനെ വരല്ല. എന്താ അതെല്ലാം അങ്ങനെ ഒഴിക്ക? എല്ലാ ഇല്ലല്ല ഇല്ല, തേങ്ങാപ്പാലം മാണ്ടിക്കല്ല ഒരിക്കുവേ. ഇനി ഇത് നല്ലോണം കുറുകി വരണം അല്ലേ? ഇനി നല്ലോണം കുറുകി വരണം. ഏലക്കായും ജീരകവും. ഏലക്കായും ജീരകവും പൊടിച്ചത് അല്ലേ? പൊടിച്ചത് ഇനി ഇതിലിടണം. ഒരു കുറുകി വരുന്ന വരെ ഇളക്കണം അല്ലേ? അപ്പൊ അങ്ങനെ നമ്മളെ മുതിരപ്പായസം അല്ല, മുതിരപ്പായസല്ല, മുതിരപ്രഥമൻ ആയിക്കൊണ്ടിരിക്കുന്ന. ഇനിയിപ്പോ ഇത് ബറ്റവും കൂടി ചെയ്ത് കഴിഞ്ഞാല് കുറുകി വന്നു കഴിഞ്ഞാല് നമുക്ക് ഇനി ഒരു വറവും കൂടി ഉണ്ട് അല്ലേ? നെയ്യില് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ടിട്ട് ഒരു വറവ് അല്ലേ? കായ്മുളക് ഇടണോ? എന്നാ നെയ്യാ? ഇത് നെയ്യ്. പേടിപ്പിച്ചു കഴിഞ്ഞല്ലോ. പശു നെയ്യിന്റെ അകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വറക്കുന്നല്ലേ? പശു നെയ്യിന്റെ അകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം ഒഴിക്കുന്നത്. കായ്മുളകോ? കായ്മുളക് എരിഞ്ഞിട്ട് കഴിച്ചിട്ടില്ല. അവസാനം ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മളെ മുതിരപ്രഥമന്റെ വറളി. അതിങ്ങെത്തടാ കണ്ടേ? അണ്ടിപ്പരിപ്പ് ഇടുന്നല്ല? അണ്ടിപ്പരിപ്പ് ഇടുന്നു. മുന്തിരി ഉണ്ട്. അങ്ങിട്ടോട് വേഗം ഇട്ടിട്ട് അതിന് അയ്യം വിളിക്കും. എത്ര അയ്യം വിളിക്കലുണ്ട്. അങ്ങനത്തെ മുന്തിരി എടുത്തു. അതൊന്നും ഇതാകട്ടെ, ചോക്കട്ടെ. അതെടുത്ത് കിട്ടിയേക്ക് ഇലി.
ഇതിലിട്ട് അതിൽ തന്നെ. ആ അതാ വറവ്. അതെല്ലാം പോകുന്ന വരുമ്പോൾ കോരിട്ടിട്ട് പോരെ ഇല്ല മുന്തിരി ഇടുന്നു മുന്തിരി ഇട്ട് ആ, പോയി. ഇട്ട് ആ സാരമില്ല. മുന്തിരി മുന്തിരി ഇട്ട് ആ കാതാന്നേ പിടിക്കണ്ടേ. ഇനിയിപ്പോ കാത് പിടിക്കാണ്ട് അപ്പുറം പിടിച്ചിട്ട് കാത് കൂടി ഉണ്ട് ഒഴിക്കല്. ആ നോക്കില്ല. അച്ചാർ ഒഴിച്ച അങ്ങനെയാ, അച്ചാർ വേറെ ഒഴിച്ച അങ്ങനെയാ, കാതിന്റെ ഉള്ളിൽ കൂടി. അതിന് എടുത്തോ പോരാ. അങ്ങോട്ട് പോയി വറവ് പറവ് ആ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് അതെല്ലോ ആഹാ. ജീരകം പരിപ്പ്. പ്രഥമന്റെ എല്ലാ പണിയും കഴിഞ്ഞില്ല മുതമേ. ആ എന്നാൽ എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാലോ അല്ലേ. ആ അങ്ങനെ നോക്കാലോ. ആ എനിക്ക് തിരക്ക് കൂടിപ്പോയി ഇല്ലേ. പൊള്ളുവേ പാറൂസിന്. അത് മുതിര പായസം അല്ലേ എന്തെന്നാ രസം നോക്കണ്ടോ. മുതിര പായസാ ഇത്. മുതിര പറവ ആ അടാ പായസം എന്നാ പറയുന്നത്. ഇത് കുടിച്ചോക്കെ ഒന്ന്. ഉച്ചക്ക് എന്താ രസമുള്ളത്. കൊള്ളാമോ? നല്ല രസമുണ്ടല്ലോ. അടിപൊളിയാ. അന്ന് നമുക്ക് കൊടുക്ക്. അമ്മക്ക് ഗ്ലാസ് എടുക്കട്ടെ അല്ലേ അടക്ക്. അല്ല നീ കുടിക്ക് ഗ്ലാസ് എടുക്കട്ടെ. അമ്മ നോക്കിയാ എങ്ങനെയുണ്ടെന്ന് പറയാം. സൂപ്പറാ. ഗ്ലാസ് കൊട്ടണേ ഗ്ലാസ് കൊട്ടെ. എങ്ങനെയുണ്ട് ജിൻസി? ആരോട് കുടിച്ചിനാ? എങ്ങനെയുണ്ട്? സൂപ്പറാ. മുതിര പ്രഥമൻ അല്ലേ എന്നാ പറഞ്ഞ തക്കാര എങ്ങനെയുണ്ട് കൂട്ടപ്പാ? കിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇതില്ലേ. ആർക്കാ കിട്ടാത്ത? നിങ്ങൾ കുടിക്ക്. നിങ്ങൾ കുടിച്ചിട്ട് പറ ആദ്യം. എത്രയാ കുടിക്കും നിങ്ങള്? എന്നാ കുടിച്ചു നോക്കിയാ നിങ്ങള്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. എൻ്റെ മോനെ ഇത് മുതിരേനെ കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ള ഒരു കുട്ടി പറയൂല. അപാര ടേസ്റ്റ്, അത്രക്ക് ടേസ്റ്റ്. കാരണം ഇത് പ്രഥമൻ തന്നെ, പക്ഷേ എങ്കിൽ നമുക്ക് തോന്നുക ഇത് ചെറുപയറിൻ്റെ തോന്നുക. പക്ഷെ ഇത് മുതിര എന്നുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാവൂല. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മുതിര എന്നുള്ള മനസ്സിലാവും. ഇനി ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. കല്യാണപ്പുരയിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ഓണത്തിനായിക്കോട്ടെ, ഏതൊരാവശ്യത്തിന് ഏതൊരു സഭയിൽ വേണമെങ്കിലും ഇത് വിളമ്പ. അത്രക്ക് ടേസ്റ്റാണ്. ഒരു കുട്ടിക്ക് മനസ്സിലാവൂല ഇത് മുതിരയാന്നുള്ളത്. അടിപൊളി. മുതിര പ്രഥമൻ വെച്ചിട്ട് നല്ല രസമുണ്ട്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ റൈറ്റ് അടിക്കുക മറന്നു പോകണം. അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു സാധനമായിട്ട് വരും. നിങ്ങൾ എല്ലാവരും കാണണം.